Hello everyone, welcome back to my channel Sadhna Movies Reaction. So guys, today I'm going to react on pre-climax scene of Avesha movie. But if you came here for the first time, hi, I'm Sadhna. I do reaction here on movie scenes. If you're interested in watching this kind of video, please do consider subscribing. Also follow me on Instagram, link will be in description box. But for now, let's start. Don't want thinking. You people are climbing on my head and dancing. വേണ്ട എന്ന് കേൾക്കുമ്പോ നീയൊക്കെ എന്റെ തലക്കിരുന്ന് തുള്ളാണ്. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, നോക്കണേ അവിടെ. ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി, വീട്ടിൽ പോണ്ടേ? അടുക്കള ശവം കിടക്കൂല്ലേ? ഞാനെങ്കിലും എന്നാ പിന്നെ നമുക്ക് കിടന്നുറങ്ങാല്ലേ? എനിക്ക് ഈ കബഡികളെ പറ്റി എന്താ അഭിപ്രായം? സർക്കാർ ഈ കബഡി സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന്, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നാളെ രാവിലെ എഴുത്തന്നെ മതി കളിയാ. ഒരു ക്യാന്തം കണ്ടാണ്ടാ ആളെ പരീക്ഷയാണ്, നമ്മൾ പഠിച്ച് നമുക്കുള്ളൂ. കബഡി ഇല്ലെങ്കിൽ വേറെ ഇതിനെ പറ്റി സംസാരിക്കാം. ക്യാരം ബോർഡിനെ പറ്റി സംസാരിച്ചാൽ കോയിൻ കൂട്ടുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? കുറച്ച് നല്ല ബാംഗ്ലൂരു 10-34 കൊല്ലം വന്നിട്ട് കാശ് നീ തരാനുണ്ടെങ്കിൽ എല്ലാം മേടിക്കണമെന്ന് എനിക്കറിയാം. നീ എന്തൊക്കെ കൂടുതലും ഉണ്ടാക്കല്ലേ? നമ്മളിത് എവിടെ പോയിരിക്കും? നിന്റെ കൂടെ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ പ്രതികാരം പണ്ടാരൊന്നും വേണ്ട. ഇനി എല്ലാം കൂടെ എന്റെ തലേ കൊണ്ടിടും. എന്റെ മനസ്സമാധാനം പോയി. ഞാൻ ഇല്ലാട്ടാ വീട്ടിലോട്ട്. പിന്നെ ഇങ്ങോട്ട് പോകാനാ? വല്ല റോഡിലും പോയി കിടക്കാനോ? ഇതിലും ഭേദം അതാ. എടാ നിങ്ങൾ ഫ്രീ ആണോ? ഫ്രീ ആണോ? എന്നാ എന്റെ കൂടെ ഒരു സ്ഥലം വരെ ഒന്ന് വരുവാണോ? എവിടെ വേണേലും പോവാ. പിന്നെ ഞാൻ എനിക്ക് തരാനുള്ള പൈസക്ക് ചേർന്നായിരിക്കുന്നു. വിചാരിച്ചേ നല്ല ബാംഗ്ലൂരു 10-34 കൊല്ലം വന്നിട്ട്. എടാ, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് തൊട്ടൊരു കാര്യമില്ല കേട്ടോ. ഇതങ്ങനെ സോൾവ് ചെയ്യേണ്ടെന്ന് ആലോചിക്കും. നിനക്കൊന്നും ആലോചിച്ചില്ല? ഞാനെങ്ങനെ ആലോചിക്കും? നിങ്ങളല്ലേ എപ്പോഴും ആലോചിക്കുന്നു. കണ്ടവന്മാരെ, ഇടാ നിന്നെയൊക്കെ വെട്ടി പൂടി ശരിയാക്കി കളയും. വെച്ച് കീച്ചിക്കളെ നിന്നെയൊക്കെ. ദാദാ ആരാന്നറിയാമോ മാരെ? കണ്ടതല്ല കോളേജിന്റെ ഫ്രണ്ടിൽ നടന്നേട്ടാ. സോറി ഒരുമാതിരി പോക്കരത്തെ കാണിക്കരുത്. ഇവന്മാരെന്തോടാ ഗുണ്ടാളോ? ഗുണ്ടല്ലേ? താൻ ഇതിനാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇതിനാ വാ അടിക്ക്. വണ്ടി എടുക്കണം. ഇവിടെ പോവില്ലെന്ന് കമ്പനിയിൽ ഒരു പരിപാടി കൊണ്ടാ ഒന്ന് നിൽക്കണോ? തെരുവ് നാടകമാണെന്ന് തോന്നണം. Mexican gangster. Same costume, sir. Oof. They kidnapped them. ಬಂದ್ರ ರಂಗ ಜೊತೆ ತುಂಬಾ ಆಟ ಆಡ್ತಾ ಇದೀಯಾ? ಅವನು ಯಾವಾಗಲೂ ನನ್ನ ಜೊತೆ ಎದುರು ಅನ್ಕೊಂಡ್ಯಾ? ಟೈಮ್ ಬರ್ಲಿ, ನಾನೇ ಅವನ ಗಾಳಿ ಮಾಡಿದ್ದೀನಿ. നേക്കു കന്നഡ കൊച്ചില്ല. മലയാളത്തിൽ മാതാടി, എനിക്ക് മലയാളം നന്നാ മനസ്സിലാവണം. എടോ, മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ ഞങ്ങളെ ഈ മലരന്മാർ ഒരു കാര്യമില്ലാതെ കൊണ്ടിട്ട് പട്ടിയെ തല്ലുപോലെ തല്ലി. എന്നിട്ട് ഈ മലരന്മാരത്തുള്ള കലിപ്പ് തീർക്കാൻ വേറൊരു വലിയ മലറിന്റെ അടുത്ത് പോയി. ആ മലരെ കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുകയാണ് ഈ മലരന്മാരെല്ലാം കൂടെ ഞങ്ങളെ തന്റെ മലരോട് താല്പര്യം ഞങ്ങളെ കേൾപ്പി. താനൊന്ന് മലരോണം ചെയ്യും. ഞങ്ങൾക്ക് ഒരു മലരും ഇല്ല. മലരി എനിക്ക് ഇഷ്ടം മലയാളം അറിയില്ല. ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ಮಾಡಿ. താൻ എന്തെങ്കിലും ആടറോ? കൊല്ലുന്നേ കൊല്ലുമാടി. നിന്നെ ഞാൻ എന്തിനെ കൊല്ലണം? എനിക്ക് രംഗ വേണം. അവൻ എന്റെ സ്റ്റൈല്, എന്റെ കോസ്റ്റ്യൂം, എന്റെ ഐഡന്റിറ്റി എല്ലാം മോഷ്ടിച്ചു. വെളിയിൽ പോയാ രംഗമാരിയെ ഷർട്ട് പൊട്ടി, വെളിയിൽ പോയാ രംഗമാരിയെ പാന്റ് പൊട്ടി. അങ്ങനെ എല്ലാവരും പറയണം അവനാ എന്നെ പോലെ ചെയ്തേക്കണം. ഞാൻ അവനെ പോലെ അല്ല. അവനെ ഞാൻ ചവിട്ടിക്കൊള്ളും. Last stupid designer. Sorry. Renga, ജനിച്ചിരിക്കുമ്പോൾ എനിക്ക് കാൽമാടി. അവൻ ആരോട് സ്നേഹമില്ല, നിന്നോട് സ്നേഹമില്ല, എന്നോട് സ്നേഹമില്ല, ആരോട് സ്നേഹമില്ല. അവൻ അവന്റെ ചേട്ടനെ കൊണ്ടതാ. നാളെ നിന്നെയും കൊല്ലു. എപ്പോ എന്റെ കൂടെ നിന്ന് എന്റെ വാങ്ങിച്ച് എന്റെ ഫുഡ് തിന്ന് എന്റെ വണ്ടിയിലേക്ക് ഇറങ്ങിയിട്ട് നിന്റെ ഇഷ്ടത്തിന് പോകണം അല്ല? മനസ്സിലാവണം. പഠിച്ച് പരീക്ഷ എഴുതി കളയാൻ പാടെ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് കേൾക്കൊള്ളി.
सॉरी भैया माफ कर दो अबे कौन आ रहा है माफी चाहिए ना वर्ती വേറെ ആരും ഞാൻ എൻ്റെ അമ്മ പ്രോമിസ് അല്ലെങ്കിൽ ഇവിടെ മോനെ സൈസ് പിടി കൊന്നേക്ക് ഇപ്പഴേ എല്ലാവരും മാറി അവൻ കൊല്ലട്ടെ മാറി മാറി എടാ മോനെ കുഴപ്പമില്ല നെക്സ്റ്റ് നീ കൊന്നോ വേറെ 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 ആരും ഇനി വേണ്ട ചോറി തെറിക്കും ബാത്റൂം തകൊണ്ടുപോകും ഞാനും വരുന്നുണ്ട് കാണണം വേണം കാണാം भाई डर के मारे बुरा हाल हो जाएगा यार. എന്താ ചെയ്യണോ? ഞാൻ പോവാ വീട്ടിലാ. ആ അപ്പൊ പഠിത്തോ വെട്ടാനും കുത്താനുള്ള വിദ്യാഭ്യാസമല്ലേ? തൽക്കാലം എന്തായാലും എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ പോയി പണിയെടുത്താലും ജീവിച്ചോളൂ. എടാ ഞാൻ എന്റെ അമ്മയുടെ എന്തോ പറയും. ഏയ് നീ ഒന്നും പറയണ്ട. നീ വെട്ടുകൊണ്ട് ചത്ത് കിടക്കത്തില്ലേ? അപ്പൊ പോലീസുകാർ പറഞ്ഞോളൂ നിന്റെ അമ്മയെടുത്ത്. എടാ അങ്ങനെയൊന്നും ഉണ്ടാവൂലടാ. ഉണ്ടാവൂലെന്ന്. എടാ അയാളാ കത്തി എന്റെ കയ്യിൽ തന്നപ്പോൾ ഒരു മിനിറ്റ് ഉണ്ടല്ലോ നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു കേട്ടില്ലേ, എടാ മോനെ നീ നെക്സ്റ്റ് ഞാൻ നെക്സ്റ്റ് അല്ല പറ്റില്ല. നോക്കടാ നോക്ക്. എടാ ഇത് കണ്ട മൂത്രം. ഇനി ഇതിന്റെ വെളി കൂടെ ചോര ഇടുന്നതിന് മുമ്പേ ഞാൻ പോവാ. നീ ഇവിടെ കിടന്ന് വെട്ടുകൊണ്ട് ചാവോ ഞാൻ പോയി. എടാ അയാൾക്ക് കൊല്ലണമെങ്കിൽ നാട്ടിൽ ഒന്ന് കൊന്നുകൂടെ? That's correct, right? എടാ അവിടെ പോകുന്നു വെള്ളം കുടിക്കാൻ Kitchen. എടാ എന്താ ശവം കിടക്കുന്നടാ, എനിക്ക് പേടിയാടാ. Style boss. അളയാ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ പറയുക, എടാ അയാൾക്ക് നമ്മളെ ആവശ്യമില്ല. അളയാ ഹിന്ദിക്കാരന്മാർ പോയാൽ പ്രശ്നം ഉണ്ടാക്കിയത് അവന്മാർ ഫൈറ്റേഴ്സ്. അവരെ കൊണ്ട് അയാൾക്ക് പ്രയോജനമുണ്ട്, നമ്മളെ കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനമുണ്ട്? പിന്നെ നിന്റെ അകന്ന് കത്തി എന്നിട്ട് അയാൾ തിരിച്ചു വാങ്ങിച്ചില്ലേ? എടാ അയാൾക്ക് അറിയാം നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന്. പിന്നെന്തിനാ അയാൾ നമുക്ക് വേണ്ടി കുട്ടിയെ തല്ലാൻ പോയതൊക്കെ? ആ നമുക്ക് വേണ്ടിയിട്ടാ. അയാൾ നമുക്ക് വേണ്ടിയിട്ടാണോ കുട്ടിയെ തല്ലിയത്? എടാ അയാളത് അയാൾക്ക് വേണ്ടിയിട്ടാണ് തല്ലിയത്. എടാ ഈ അടി ഇടി വെട്ട് കുത്തെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു എന്റർടൈൻമെന്റ് ആണ്. അയാൾക്കാന്നില്ല പറ്റൂല. എടാ നമ്മൾ പിടിച്ചു വലിച്ചോണ്ട് പോയാൽ കുട്ടിയെ തല്ലിച്ചത്. നമ്മൾ ഒന്നിലേക്കാണ് നമ്മൾ തല്ലുന്നല്ലേ പറഞ്ഞേ? അല്ല നമ്മളെന്തേ കുട്ടിയെ തല്ല? അളയാ നമുക്കൊരാഴ്ച ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇവിടുന്ന് മാറിക്കാം. 2 ദിവസം അയാൾ നമ്മളെ അന്വേഷിക്കുമായിരിക്കും. പിന്നെ അയാൾ വേറെ വള്ളിയും പിടിച്ച് പൊക്കോളും. ഈ ഒരാഴ്ച കൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതി നേരെ കോളേജ് ഹൗസിലോട്ട് മാറും. അവിടെ നിന്ന് പഠിച്ച് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് ബാംഗ്ലൂർ വിടാം. പക്ഷേ നമ്മളിങ്ങോട്ടും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ തുംകൂർ. ഒരാഴ്ച നമുക്ക് അവൻ്റെ ഹൗസിലോട്ട് മാറാം. ആ വാ 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 പോവാ. നേരെ വിളിക്കിട്ട് Camera angle. എടാ ഇത് രാജു അല്ല ഞാൻ ബാ അങ്ങോട്ട് ഇരിക്കാം. ബാ എൻ്റെ ഫ്രണ്ട്സാ കേട്ടോ, കുറച്ച് നേരം ഇവിടെ കാണും. എടാ ഫോണൊക്കെ എടുത്ത് പറഞ്ഞു. ഇതാ വൈകുന്നേരം കാണാം. ശരി അയാളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും? ഇതിപ്പോൾ ഒരാഴ്ച ആയല്ല, അന്വേഷണമൊക്കെ നിർത്തി എവിടെയെങ്കിലും കള്ളം കുടിച്ച് കിടപ്പുണ്ടായിരിക്കും. എവിടെയാണ് എന്റെ പിള്ളേര്? അപ്പാ Hi. He's really crazy for them, yaar. എടാ വാടാ വെറുതെ അടിക്കാം. വേണ്ട നിങ്ങൾ അടിച്ചു ഒരിക്കലേ അണ്ണ നാട്ടിൽ അന്വേഷിക്കുന്ന ആൾ കൊടുത്തേ. വേടാ അമ്മ പേടിക്കും. ഓക്കെന്നാ. A prominent Bangalore College campus CV captures bold daylight Galton students. Public outcry and urgent calls. നീ എന്ത് കാണിക്കുന്നേ? എടാ അയാൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മളെ കാണാത്തോണ്ടാണെങ്കിൽ അയാൾ എന്തായാലും എൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരിക്കും. അമ്മ പേടിച്ച് എന്തേലും ഒക്കെ ചെയ്യും. എന്താ
Boy. എടാ നോക്കി നിൽക്കാൻ എടുത്ത് ഓഫ് ചെയ്യടാ. എടാ ഓഫ് ചെയ്യടാ. എടാ ഓഫ് ചെയ്യടാ. കട്ട് ചെയ്യടാ. കട്ടായി. ഡാ അടുത്ത കോൾ വരുന്നതിന് മുമ്പ് എടുത്ത് ഓഫ് ചെയ്യ്. I think he will answer the call. ಯಾರು ನೀನು ಎಲ್ಪಿಸ್ತೀಯ ನಾನು ನೋಡ್ಕೊಂಡು ಲೇ ಅವ್ರಿಗೆ ಏನಾದ್ರು ಆಗಿದ್ರೆ ಸಾಯಿಸ್ಬಿಡಿದೀನಿ. ചേട്ടാ ഞാനാട്ടാ എടാ നായിന്റെ മോനെ നിങ്ങൾ എവിടെയാ? ഞാൻ നേട്ടെല്ലാം പറയാം. ഞങ്ങൾ രാത്രി വീട്ടിലോട്ട് വരാം. എടാ നീ എന്നാ കീഴോട്ട് ഇറങ്ങാൻ പോകണ. Boy, what is happening? എവിടെ ആർന്നോ ഞങ്ങളൊന്ന് ഒഴിവാക്കി തരണം. ഞങ്ങളാരും നിങ്ങളെ പോലെയോ നിങ്ങളുടെ കൂടെ ഉള്ളവരെ പോലെയോ ഗുണ്ടകളൊന്നും അല്ല. വേടാ പഠിക്കാവുന്ന പിള്ളേരാ ഞങ്ങള്. പഠിക്കണ പോയിട്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റണില്ല. നിങ്ങളെ കൂടെ നടക്കുമ്പോ ഏതോ ബോംബിന്റെ മണ്ടയിലിരിക്കും പോലെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പോലെ ആയിപ്പോവും. ഞങ്ങൾക്കത് വേണ്ട. ആദ്യമായിട്ട് തല്ലി കിട്ടിയതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും അല്ല. പക്ഷെ ഇത് ഇത്ര വലിയൊരു മാരണമാവുകൾ ആരും വിചാരിച്ചില്ല. ചേട്ടാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അമ്പാൻ നമ്മുടെ കൂടെയുള്ള ഒരു മണിക്കൂറിൽ What? ഏൻ കേൾക്കടാ പറിച്ചത് കേട്ടാ മതി. Boy. നീ എന്തും ആലോചിക്കുന്നേ വിടത്. എടാ ഒന്നും ചെയ്യാൻ ചാവണേക്കാൾ നല്ലല്ലോടാ. ചാവാതിരിക്കാൻ വേണ്ടി കൊല്ലണം. What are you talking? നമ്മളെങ്ങനെടാ നിന്റെ വഴി വല്ലതും ഉണ്ടോ? അയാൾ ഇതുവരെ ആരെയും തന്നെ നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ നീ ഇതെല്ലാം പ്ലാൻ ചെയ്തോണ്ടല്ലടാ വന്നത്? പ്ലാനൊന്നും ഇല്ലായിരുന്നു ഇതുവരെ. His looks. Don't do this. सो गाइज जैसे कि मैंने ये प्री क्लाइमैक्स सीन भी देख लिया है आवेशम मूवी का एंड आई एम लाइकिंग दिस मूवी अ लॉट सिंस लाइक फर्स्ट सीन till now I was just laughing but this pre-climax scene made me little emotional also but at the same time I'm feeling like movie got little twisted now like they are getting scared of Ranga okay and I don't know what will happen now why he called them I don't know like what will happen now I don't know why Ranga called everyone maybe they are misunderstanding everything and Ranga is not that bad from starting only I'm liking Ranga character like though he is not villain in this movie actually like I don't know and he was crying also I think he's crying for his own brother or maybe there is some other story I don't know but I'm not feeling good now what will happen I'm excited to see climax scene okay now only climax left but what is happening why did you call villains like other people to kill him no you should not do that I don't know what will happen now but this pre-climax scene was super fantastic I was getting scared also like seriously like that these boys will feel little like scared obviously because like the situation is like that if any of us will go to this kind of situation we will feel the same how they are feeling okay so like it is normal to get scared for them like for these boys but I don't know but I'm super excited to see climax like I don't even wanted to stop here
but obviously you will see my climax reaction next day, so it is important to stop and explain, so that's why I'm explaining. But this full movie is super duper fantastic. Full movies, like how can someone will think like this good and write this good? Okay, I'm just like direction, actions, like entertainment, comedy scenes, timings, everything is super duper fantastic of this movie, and super excited to watch climax scene. What about you guys? Did you like my reaction? Comment down below if you like this video. Give it a thumbs up, subscribe my channel. I will see you super soon in climax scene. Till then, bye bye.